അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പിൾ മൈൽസ്റ്റോൺ ഫ്രെയിമിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ കാൻവ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ ആ സൈഡിൽ കാണുന്ന ആ ഒരു പ്ലസ് സൈൻ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഞാൻ പോസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ എന്നിട്ട് ആ സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റൈൽസ് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു നോർമലായിട്ടുള്ളൊരു സ്റ്റൈലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഉള്ളത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിം എഴുതി കൊടുക്കാം. ഞാൻ ടിയ ആൻഡ് ജോൺ എന്നാണ് എഴുതുന്നത്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റൈൽസും ഫോണ്ടിൻ്റെ സൈസ്, കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ താഴെയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട്. ഞാനങ്ങനെ അതിൻ്റെ സൈസും കളറും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറിലാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഞാൻ ടെക്സ്റ്റിൽ പോയിട്ട് ഒരു ഹാർട്ട് ജസ്റ്റ് നമ്മൾ അതിന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ഞാനൊരു ബ്ലാക്ക് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഈ ഹാർട്ടിൻ്റെ തന്നെ നമ്മൾ രണ്ടെണ്ണം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും താഴെയുള്ള ഓപ്ഷനിൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്ലാക്ക് ആക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് താഴെയുള്ള ഓപ്ഷൻസിൽ വെച്ചിട്ട്. എന്നിട്ട് അത് രണ്ട് സൈഡിലും കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള പോലെ ഡിസൈൻസൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഹാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈൻ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. എൻ്റെ ഇതിൽ ഓൾറെഡി ലൈൻ എന്നുള്ള സെർച്ച് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു. എന്നിട്ട് ഇതിൽ ഞാനൊരു സിമ്പിൾ ലൈനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ താഴെ ലൈനിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വെയിറ്റ്, എത്ര ഇത് വേണം, തിക്നെസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഒരു 25 ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് 25 വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താക്കിയത് 20 ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് 25 എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്നെസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അത്ര വേണ്ട. അപ്പം ഞാൻ ജസ്റ്റ് 20 ആക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഒരു ലൈൻ കൂടി എടുത്തിട്ട് അതിൻ്റെ തിക്നെസ് ഞാനൊരു 15 ആണ് കൊടുക്കുന്നത്. അതിങ്ങനെ സെൻറ്ററിൽ ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലൈൻ ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഒരു ലൈനും കൂടി ചെയ്തിട്ട് അതിനും ഏകദേശം 15 തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ, ഈ ലൈനിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണേലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ബ്ലാക്കാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയെന്നുള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈന് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേതുപോലെ രണ്ട് സൈഡിലുള്ള, ഇത് ജസ്റ്റ് ഒരു സൈഡിൽ മാത്രമാണ്. ഇതേപോലെ തന്നെ താഴെ വരെ ഇപ്പോൾ ഞാൻ ഒരു 3 ലൈൻസും കൂടി ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്കൊരു ബോയിൻ്റെ ഒരു സിമ്പിൾ, അതാണ് വേണ്ടത്. അപ്പം ഞാൻ ബോയിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോയിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതിൽ നമ്മൾ പെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നതും ഉണ്ട്, അല്ലാത്തതിന് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനതിൽ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് സൈസൊക്കെ നമുക്ക് ആവശ്യമുള്ള പോലെ ഇതാക്കിയിട്ട്, ഞാൻ കുറച്ച് സ്മോളായിട്ടാണ് വെക്കുന്നത്, അതെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ, ഇപ്പം നെക്സ്റ്റ് ഒരു ഗേളിൻ്റെതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗേളിൻ്റെത് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഗേളിൻ്റെ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഗേളും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ സൈഡിലുള്ള ഇതാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഗേളിൻ്റെയും ബോയിൻ്റെതും വേണം. ഞാനത് രണ്ടും കൂടി സെർച്ച് ചെയ്തിട്ട് അതിലും ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് സിമ്പിൾസ്, ഇപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ ഒരു ഇതിൽ കസ്റ്റമൈസേഷൻ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഒരു പ്രപ്പോസലിൻ്റെ ഒരു
സിമ്പിളാണ്. അപ്പം ഞാൻ ഇത് ഓൾറെഡി ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചുകൊണ്ടാണ് റീസൺസിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഇതല്ലെങ്കിൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് എടുക്കണോ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നെക്സ്റ്റ് മാരേജിൻ്റെ ഒരു സംഭവമാണ്. അതും ഞാൻ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് എടുത്തതാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റും ഡേറ്റും കൊടുക്കണം. മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ പ്ലസ് ഓപ്ഷൻ പോയി ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ, അപ്പം അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 1 ഡിസംബർ 2019 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, ഇപ്പോൾ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യാണ്, അങ്ങനെ ഇപ്പം എന്താണെങ്കിലും അത് ചെയ്യാം. ഞാൻ ഫസ്റ്റ് സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ആ ടിയ ജോൺ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റൈല്, കളർ, എന്ത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് അത്യാവശ്യം നമുക്ക് സെറ്റാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക, ആ ഒരു സൈഡിൽ എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും നമുക്ക് ഡേറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഹാർട്ട് ഇതേപോലെ തന്നെ ഈ എലമെൻസിൽ പോയിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഹാർട്ട്. അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോപ്പീസ് അതേപോലെ സെയിം അതേ സൈസിൽ നമുക്ക് കിട്ടും. അതിങ്ങനെ എടുത്തിട്ട് റാൻഡമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിങ്ങിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്ത് വേണമെങ്കിൽ വെക്കാം. അല്ല ജസ്റ്റ് നമുക്ക് അങ്ങനെ വിടണോ അതേപോലെ ചെയ്യാം. ഇപ്പോൾ ചിലരൊക്കെ എന്താ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഫോട്ടോസൊന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പ്ലസ് സൈൻ ചെയ്തിട്ട് അതിൽ പോയിട്ട് അതിൽ നമുക്ക് ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കിട്ടും. നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് വേണമെങ്കിലും ഇതേപോലെ ഓരോ സിമ്പിൾസും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളൊരു ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.